PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയ SCRT പാഠപുസ്തകമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ കുറേ നാളുടെ നമ്മൾ പാഠപുസ്തകങ്ങൾ SCRT മാറിയ പാഠപുസ്തകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓൾറെഡി 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും പാഠപുസ്തകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇപ്പൊ നമ്മൾ 9ാം ക്ലാസ്സിലെ മാറിയ സോഷ്യൽ സയൻസ് SCRT പാഠപുസ്തകങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 4ാമത്തെ ചാപ്റ്റർ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ആർക്കും പാഠപുസ്തകത്തിന്റെ മെറ്റീരിയൽസ്, അതായത് സ്റ്റഡി മെറ്റീരിയൽസ് ചോദ്യമുത്തരമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിൽ തയ്യാറാക്കിയിട്ട് അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചോദ്യമുത്തരമായിട്ട് മെറ്റീരിയൽസ് മുഴുവൻ, അതായത് ഈ SCRT സോഷ്യൽ സയൻസ് മുഴുവൻ പഴയതും പുതിയതുമായിട്ടൊക്കെ പഠിച്ചു പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ആർക്കും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ SCRT എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക, സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമായിരിക്കും. മറക്കണ്ട, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം. വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ, കമന്റ് ചെയ്തുകൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പഠിക്കാം. SCRT പുതിയ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ 4ാമത്തെ ചാപ്റ്റർ, ഘടനയിലെ അധികാര വിന്യാസങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ 9ാം ക്ലാസ്സിൽ SCRT പുതിയ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. വൈദേശിക ഭരണത്തിന്റെ കെടുതികൾ കുടഞ്ഞെറിഞ്ഞ് പ്രതീക്ഷ നിർഭരവും ഉത്തരവാദിത്തപൂർണവുമായ പാതയിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള ആഹ്വാനമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു നൽകിയത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യൻ നേടിയ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വളരെ കൂടുതലും പ്രധാനപ്പെട്ടതുമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ വിവേചനപരവും ജനാധിപത്യ വിരുദ്ധവും നീതിരഹിതവുമായ നടപടികൾക്ക് ജനങ്ങൾ വിധേയമാക്കപ്പെടേണ്ടി വന്നു. അക്കാലത്ത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും മറ്റ് സാമൂഹ്യ ദുരാചാരങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ആധുനിക സമൂഹത്തിൽ ചിന്തിക്കാൻ കഴിയുന്നതും അപ്പുറമായിരുന്നു. സ്വതന്ത്രാനന്തരം ഇവയെല്ലാം പരിഹരിക്കുന്ന ജനാധിപത്യ ക്രമവും ക്ഷേമരാഷ്ട്ര സംവിധാനം ഉണ്ടാകണം ചെയ്ത് നമ്മുടെ ദേശീയ പ്രസ്ഥാനം ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുമ്പോൾ കുത്തഴിഞ്ഞൊരു ഭരണ സംവിധാനവും ജാതീയമായിട്ടുള്ള വേർതിരിവും അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ക്രമരഹിതമായിട്ടുള്ള ഒരു ഇന്ത്യ ആയിരുന്നു നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിനൊരു ക്രമത്തിലേക്ക് കൊണ്ടുവരാൻ ഭരണഘടന ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു കാര്യമൊന്നും ആയിരുന്നില്ല. അത്രയ്ക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ഭരണഘടനയ്ക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു. സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളായിരുന്നു ജനാധിപത്യ ക്രമഭരണവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. അതിലേക്ക് ചുവടുവെപ്പായിരുന്നു ഭരണഘടന നിർമ്മാണ സഭയുടെ രൂപീകരണം, നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയവും. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ അടിമകളായി ജീവിച്ചിരുന്ന ഒരു ഇന്ത്യൻ ജനതയെ ഈ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യ പൂർണ്ണ സ്വതന്ത്രത്തിലേക്ക് വരുമ്പോൾ ഇനിയും ഒരു ഭരണത്തിന്റെയും കീഴിൽ അടിമകളായി പെട്ടുകൊണ്ടൊരു ജനത ആയിരിക്കരുത് ഇന്ത്യയുടെ ജനത എന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുമ്പോൾ നെഹ്റുവിന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ജനതയെങ്കിലും നല്ല സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനായിട്ട് ഒരു ക്ഷേമരാഷ്ട്രം തന്നെ കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് അത്രമാത്രം പ്രാധാന്യമുള്ളതും അത്രമാത്രം ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിനുവേണ്ടി ഒരു ഭരണഘടന ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ അത്രമാത്രം ഇമ്പോർട്ടൻസ് അതിനുണ്ടായിരുന്നു. ലക്ഷ്യപ്രമേയം: ഭരണഘടന നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്ന് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കാൻ തയ്യാറെടുപ്പും ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവിടെ യൂണിയൻ ആയിരിക്കും. യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിക്ഷിപ്തമാകുന്ന എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നായിരിക്കും ഉത്ഭവിക്കുക. ഇന്ത്യയുടെ എല്ലാ ജനങ്ങൾക്കും സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിന് മുമ്പിലുള്ള സമത്വം കൂടാതെ നിയമത്തിൽ പൊതു ധാർമ്മികതയും വിധേയമായിട്ടുള്ള സംസ്കാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടന, പ്രവർത്തനം എന്നീ മൗലിക സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള, അതിപ്പോ തൊഴിലിനായിക്കോട്ടെ, വിശ്വാസത്തിനായിക്കോട്ടെ, ആവിഷ്കാരത്തിനായിക്കോട്ടെ, സംസ്കാരത്തിനായിക്കോട്ടെ, സംഘടനയ്ക്കായിക്കോട്ടെ, സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനയ്ക്കായിക്കോട്ടെ, എന്തൊരു കാര്യത്തിനും സ്വാതന്ത്ര്യം നേടുക. അത്രയും നാളും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ സ്വാതന്ത്ര്യം ഇല്ലാതെ കഴിഞ്ഞിരുന്ന ഒരു ജനതയെ എല്ലാ കാര്യത്തിനും സ്വാതന്ത്ര്യം നേടുന്ന ഒരു ജനതയാക്കി മാറ്റുക എന്ന് പറയുന്നത് ഭരണഘടന ഉണ്ടാക്കുന്നതിൽ വളരെയധികം പ്രധാനപ്പെട്ട പങ്ക് ഒന്നായിരുന്നു. 1946 ഡിസംബർ 13 ഭരണഘടന നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ചില ആശയങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ജവഹർലാൽ നെഹ്റു ഭരണഘടന നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് 1946 ഡിസംബർ 13 എന്നാണ്. 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം നമ്മുടെ ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുന്നതെന്ന് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ആമുഖം:
ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയമായ നീതിയും ചിന്തയും ആശയപ്രവർത്തനത്തിനും വിശ്വാസത്തിനും മതസഹിഷ്ണുതയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം പദവിയിലും അവസരത്തിലും സമത്വം പ്രാപ്തമാക്കാനും അവർക്കിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്താനും ഒക്കെ എന്താണ് ഇത് ഭരണഘടനയുടെ ആദ്യത്തെ കോട്ടുകളിലുള്ള വാക്കുകളാണ്. നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയിൽ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഒരു ഭരണഘടനയെ സ്വീകരിക്കുകയും നിർമ്മിക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോ എന്താണ് ഭരണഘടന എന്ന് പറഞ്ഞാൽ അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണല്ലോ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഭരണ സംവിധാനത്തെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്രമാത്രം ഇമ്പോർട്ടൻസ് എന്തിനുണ്ട്, ഭരണഘടനയ്ക്ക് ഉണ്ട് എന്ന് ഓർക്കുക കേട്ടോ. ഭരണഘടന സവിശേഷതകൾ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശമനുസരണം 1946 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ട ഭരണഘടന നിർമ്മാണ സമിതി 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടു നിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് എന്ത്, ഇന്ത്യൻ ഭരണഘടന. നോക്കിക്കേ, 1-2 ദിവസം കൊണ്ടല്ല നമ്മുടെ ഈ ഭരണഘടന നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. കാരണം ഇത്രയും വർഷങ്ങൾ കാലം 1947 മുമ്പ് വരെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമില്ലാതെയും 100 വർഷക്കണക്കിന് കാലഘട്ടങ്ങളില് എന്താ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമില്ലാതെ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുകയും അതുവഴി ഇവിടെ നമുക്ക് എന്തൊരു കാര്യങ്ങളെയും കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാനും എല്ലാ കാര്യത്തിലും സ്വാതന്ത്ര്യവും സമത്വവും നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭരണഘടന ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് 1-2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. കണ്ടോ, നോക്കി എത്ര ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തേക്കുന്നേ. 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും കൊണ്ടാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയെടുക്കുക. അത്രമാത്രം മഹത്വമാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. നീണ്ടുന്ന ഒരു മഹത്തായ പ്രക്രിയയിൽ നിർമ്മിക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടന 1949 നവംബർ 26 അംഗീകരിച്ച് നിയമമാക്കി നമുക്ക് തന്നെ സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടന 22 ഭാഗങ്ങളും 395 വകുപ്പുകളും 8 പട്ടികകളും ഉണ്ട്. അപ്പൊ എന്നാണ് നമുക്ക് സമർപ്പിച്ചത്? 1949 നവംബർ 26 ഓർക്കുക. അപ്പൊ ഇതിനകത്ത് എത്ര ഭാഗങ്ങളുണ്ട് നോക്കിക്കേ. ഇന്ത്യൻ ഭരണഘടന 22 ഭാഗങ്ങളിലായി 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉള്ളത്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന കാലാനുസൃതമായി മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സജീവ പ്രമാണമായി തുടരുന്നു. കാലാനുസൃതമായിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും സജീവമായിട്ട് ഇപ്പോഴും അത് അതേ രീതിയിൽ തന്നെ പ്രൗഢിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മുറുകെ പിടിച്ച ലക്ഷ്യപ്രമേയത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി ആശയങ്ങൾ ഭരണഘടനയുടെ ഭാഗമായിട്ടുണ്ട്. വിശദമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യയുടേത്. 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖ, രാജ്യത്തിന്റെ വൈപുണ്യവും പരിഗണിച്ചുള്ള വിശദമായിട്ടുള്ള ഉള്ളടക്കം എന്തിനുണ്ട്, നമ്മുടെ ഭരണഘടനയിൽ ഉണ്ട്. പാർലമെന്ററി ജനാധിപത്യം. കാര്യനിർവഹണത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇനി ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഭരണഘടനയാണ് നമുക്കുള്ളത്. ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതുമാണ്. മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും. ഒരു വ്യക്തിക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, മൗലിക അവകാശങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്താണ് മൗലിക അവകാശങ്ങൾ? ഒരു വ്യക്തിക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളെയാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്താണ് മൗലിക കർത്തവ്യങ്ങൾ? പൗരൻ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ. എന്താണ്? പൗരന്മാര് രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ. ഇനി മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് വിളിക്കുന്നത്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ. ലോകസഭ നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്ക് സംസ്ഥാനങ്ങളെ പ്രതികരിക്കുന്ന ഉപരിസഭ, രാജ്യസഭ എന്നിങ്ങനെ 2 സഭകളുണ്ട് അല്ലെ. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുണ്ട്, രാജ്യസഭയുണ്ട്, ലോകസഭയുണ്ട്. ഇനി ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വേർതിരിച്ചിട്ടുണ്ടെങ്കിലും കേന്ദ്രത്തിന് മേൽക്കോയ്മ നൽകുന്ന ചില സവിശേഷ കാര്യങ്ങൾ എന്തിനകത്തുണ്ട്? ഭരണഘടനയിൽ ഉണ്ടെന്ന് ഓർക്കുക. അപ്പൊ ശക്തമായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസവും നമ്മുടെ ഈ ഒരു ഭരണഘടനയുടെ ഭാഗമാണ്. സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണവും കാര്യനിർവഹണവുമായി നിയന്ത്രിക്കുന്ന എല്ലാം കോടതി സംവിധാനങ്ങളാണ് അല്ലെ. സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥ വീണ്ടും അർത്ഥപൂർണമാക്കുന്നതിനും സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളും
ഉണ്ട്. അപ്പൊ ഓർക്കണേ, ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് പാർലമെന്ററി ജനാധിപത്യം. ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഭരണഘടന മൗലിക അവകാശങ്ങളെയും മൗലിക കർത്തവ്യങ്ങളെയും പ്രതിപാദിക്കുന്നുണ്ട്. മാർഗനിർദ്ദേശക തത്വങ്ങൾ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ എന്താണ് നമ്മുടെ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത് വയ്ക്കാവുന്ന കാര്യങ്ങളാണ്. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടന അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക്, അതായത് കേന്ദ്ര തലങ്ങളിലേക്കും സംസ്ഥാന തലങ്ങളിലേക്കും അധികാരം പങ്കിടുന്ന ഭരണ കേന്ദ്രീകരണമാണിത് ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതയായിട്ട് കണക്കാക്കുന്നു. അപ്പൊ ഇതെന്താ ഫെഡറലിസം എന്ന് പറഞ്ഞ എന്താ? അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്നു. എങ്ങനെയൊക്കെ? ഒന്ന് കേന്ദ്ര തലത്തിലും മറ്റൊന്ന് സംസ്ഥാന തലത്തിലുമാണെന്ന് ഓർക്കുക കേട്ടോ. ഇനി നമുക്ക് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. എന്തൊക്കെയാണ് ഇതിന്റെ സവിശേഷതകളായിട്ട് വരുന്നത്? കേന്ദ്രത്തിലും സംസ്ഥാനങ്ങൾക്കും ഒരു പൊതു ഭരണഘടനയാണ് വരുന്നത്. ഇനി ഭരണഘടന അധികാരം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏക പൗരത്വം എന്ന കോൺസെപ്റ്റ് വരുന്നുണ്ട്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങൾ കേന്ദ്രത്തിന് മേൽക്കെയാണ് വരിക. അതുപോലെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ വരുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, അതുപോലെ അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും ആർക്കായിരിക്കും? ഉറപ്പായിട്ടും അത് കേന്ദ്രത്തിനായിരിക്കും. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ ഉണ്ടായിരിക്കും. അർദ്ധ ഫെഡറൽ സംവിധാനം. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ഇതിനകത്ത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഒരു പൊതു ഭരണഘടന പരമാധികാരം, ഏകപൗരത്വം, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, ഭരണഘടന അധികാരം ചെയ്യാനുള്ള അധികാര കേന്ദ്രത്തിന് മേൽക്കോയി ഉണ്ടായിരിക്കും. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരത്തിന് കേന്ദ്രത്തിനായിരിക്കും. സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ, അർദ്ധ ഫെഡറൽ സംവിധാനം ഒക്കെ എന്താണ്? ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതയായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രഭതയും മറ്റൊരു സവിശേഷത ഇന്ത്യയുടെ ഫെഡറൽ ഭരണഘടന. രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാർക്കും ഇടയിൽ വിഭജിച്ച് നൽകുന്ന സമീപനമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത്. അധികാര വിഭജനം പരാമർശിക്കപ്പെടുന്ന ഭരണയുടെ 7ാം പട്ടിക നമുക്ക് പരിശോധിക്കാം. അപ്പൊ ഇവിടെ അധികാര വിഭജനം നടക്കുന്നുണ്ട് അല്ലെ? പ്രധാനപ്പെട്ട എല്ലാ അധികാരങ്ങളും കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും മുഴുവൻ അധികാരങ്ങളും കേന്ദ്ര ഗവൺമെന്റ് വരാതെ അത് സംസ്ഥാന സർക്കാരിനും കൂടി വിഭജിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അധികാര വിഭജനം അത് പല ലിസ്റ്റുകൾ വരുന്നുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, സമവർത്തി ലിസ്റ്റ്, അവശേഷിക്കുന്ന അധികാരങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ യൂണിയൻ ലിസ്റ്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരങ്ങളും വിഷയങ്ങളും ഒരു പട്ടികയാണ് ഭരണഘടന നിലവിൽ ഇപ്പോൾ. ഇതിൽ 97 വിഷയങ്ങൾ ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്? യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ് യൂണിയൻ ലിസ്റ്റ് വരുന്നത് എന്ന് ഓർക്കുക. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിനാണ് യൂണിയൻ ലിസ്റ്റിന് പ്രധാനപ്പെട്ട അധികാരമുള്ളത്. ഇതിൽ മൊത്തം 97 വിഷയങ്ങൾ വരുന്നുണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അങ്ങനെ 97 കാര്യങ്ങളും പൂർണ്ണ അധികാരം ആർക്കായിരിക്കും? യൂണിയൻ ലിസ്റ്റ് പ്രകാരം കേന്ദ്രത്തിനായിരിക്കും. ഇനി സംസ്ഥാന ലിസ്റ്റ് നോക്കാം. സാധാരണഗതിയിലുള്ള സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് സംസ്ഥാന ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ 66 വിഷയങ്ങളെയാണ് പ്രതിപാദിക്കുന്നത്. അതിൽ ഏതൊക്കെയുണ്ട്? കൃഷിയുണ്ട്, ജയിലുണ്ട്, പോലീസ് ഉണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൽ വരുന്നുണ്ടെന്ന് ഓർക്കുക. ഇനി സമവർത്തി ലിസ്റ്റ്. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങൾ, അതായത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന വിഷയങ്ങളായിരിക്കും ഇതിനകത്ത് വരുന്നത് സമവർത്തി ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തൊക്കെ വരുന്നു? 47 വിഷയങ്ങളാണ് സമവർത്തി ലിസ്റ്റ് വരിക. ഏതൊക്കെയാ? വിദ്യാഭ്യാസം, വനം, ഗ്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സമവർത്തി ലിസ്റ്റിൽ വരുന്നുണ്ടെന്ന് ഓർക്കുക. ഇനി അവശേഷിക്കുന്ന അധികാരങ്ങൾ, മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകളും ഉൾപ്പെടാത്ത വിഷയങ്ങളെ സവിശേഷ അധികാരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇതിനകത്ത് എന്ത് വരുന്നു? സൈബർ നിയമങ്ങളൊക്കെ അവശേഷിക്കുന്ന അധികാരങ്ങളിൽ വരുന്നതാണ്. അപ്പൊ അധികാര വിഭജനം എങ്ങനെയാ? 7ാം പട്ടിക പ്രകാരം, ഡിവിഷൻ ഓഫ് പവേഴ്സ് 7ാം പട്ടിക പ്രകാരമാണ് പറയുന്നത്. യൂണിയൻ ലിസ്റ്റ് ഉണ്ട്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് മാത്രം അധികാരമുണ്ട്. 97 വിഷയങ്ങളെ പ്രതിപാദിക്കുന്നുണ്ട്. സംസ്ഥാന ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് അധികാരം വരുന്നു. അതിൽ 66 വിഷയങ്ങളെ പ്രതിപാദിക്കുന്നു. സമവർത്തി ലിസ്റ്റ് എന്ന് പറഞ്ഞ് രണ്ടിനും കൂടെ കമ്പൈൻ ചെയ്ത് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് അധികാരമുണ്ട്. 47 വിഷയങ്ങളെ പറയുന്നു. അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ അധികാര പട്ടിക ഉൾപ്പെടാത്ത വിഷയങ്ങളെയാണ് അവശേഷിക്കുന്ന അധികാരങ്ങളിൽ വരിക. ഇനി ഭരണകൂടത്തിന്റെ 3 ഘടകങ്ങളുടെ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ, ലെജിസ്ലേറ്റീവ് എന്നിവയുടെ
സ്ഥാനവും അധികാരവും അത് നിർവഹിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരിധിയിൽ ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യം പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകും. ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടത്തിയൊരു പ്രസംഗമാണ് ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. അധികാരം വേർതിരിക്കൽ. നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. നമ്മുടെ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന അധികാരം വേർതിരിക്കുന്ന സംവിധാനത്തെ കുറിച്ച് ഭരണഘടന ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ നിരീക്ഷണം ശ്രദ്ധിച്ചുവല്ലോ. ഇന്ത്യൻ ഭരണഘടന അധികാര നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുന്നത്. ജനാധിപത്യത്തെ പിന്തള്ളി ഏകത്വതയും കടന്നു വരാതിരിക്കാൻ ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ചർച്ചകളിൽ നിന്ന് പാർലമെന്റ്, ഭരണ ഫെഡറൽ തന്നെ ഉൾത്തിരിഞ്ഞു വരും. നമുക്ക് ഭരണഘടന വ്യവസ്ഥ പ്രകാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിവയുടെ ഘടനയും അധികാരവും ചുമതല എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നതായിട്ട് നോക്കാം. നിയമനിർമ്മാണ സഭയാണ് വരുന്നത്. നമ്മുടെ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെന്റ് എന്നാണ്. രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നാണ് പാർലമെന്റിന്റെ പ്രാഥമിക ധർമ്മം. അപ്പൊ പാർലമെന്റിന്റെ ധർമ്മം എന്താണ്? നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുക എന്താണ് പാർലമെന്റിന്റെ ധർമ്മമായിട്ട് വരുന്നതെന്ന് ഓർക്കുക കേട്ടോ. വിവിധങ്ങളായ ജനാഭിലാഷങ്ങളെ മുൻനിർത്തി അതുപോലെ തന്നെ കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിന് പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ലോകസഭ, രാജ്യസഭ എന്നീ രണ്ട് സഭകളുള്ള ഇന്ത്യയുടെ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. വലിപ്പവും വൈവിധ്യമുള്ള രാജ്യങ്ങൾ സാധാരണ അവരുടെ ദേശീയ നിയമനിർമ്മാണ സഭയിൽ രണ്ട് സഭകൾ സ്ഥാപിക്കാറുണ്ട്. രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളും ജനങ്ങളെയും പ്രദേശങ്ങളെയും പ്രദാനം ചെയ്യുന്നത് ഇത് സഹായകമാണ്. കൂടാതെ ജനാധിപത്യപരമായ ചർച്ചകളും സംവാദങ്ങളും സാധ്യമാകും ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്നുണ്ട്. സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. അപ്പോൾ നിയമം നിർമ്മിക്കുക എന്താണ് പാർലമെന്റ് പ്രധാനപ്പെട്ട ധർമ്മമായിട്ട് വരുന്നതെന്ന് ഓർക്കുക. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. നിയമനിർമ്മാണം, പൊതുഖജനാവിന്റെ സംരക്ഷണമായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളെ പങ്കാളിയാകുക, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരമായി പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും ഒക്കെ എന്താണ് പാർലമെന്ററി ചുമതലകളായിട്ട് വരുന്നവയാണെന്ന് ഓർക്കുക കേട്ടോ. ഇനി നമുക്ക് ലോകസഭ എന്താണെന്ന് നോക്കാം. പാർലമെന്റ് അധോമണ്ഡലമാണ് ലോകസഭ. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോകസഭ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ലോകസഭ അംഗങ്ങളെ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നേരിട്ട് തെരഞ്ഞെടുക്കുന്നു. 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് ലോകസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. അപ്പൊ എത്ര വയസ്സ് പൂർത്തിയാവണം? 25 വയസ്സ് പൂർത്തിയാവണം. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. എത്ര വർഷമാണ്? 5 വർഷമാണ്. ലോകസഭയുടെ പരമാവധി അംഗബലം 550 ആണ്. പരമാവധി അംഗബലം 550 ആണ്. കാലാവധി 5 വർഷമാണ് കേട്ടോ. എന്നാൽ നിലവിൽ 543 2023 തെരഞ്ഞെടുപ്പിൽ അംഗങ്ങളാണ് ഉള്ളത്. ലോകസഭയിൽ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരുടെ ഭൂരിഭാഗവും നിലനിൽപ്പും സാധ്യമാകുന്നത്. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ്. ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്പീക്കറാണ്. ധനപരമായ വിഷയങ്ങളിൽ ലോകസഭയ്ക്ക് രാജ്യസഭയിലേക്കും കൂടുതൽ അധികാരങ്ങളുണ്ട്. ധനബില്ലും അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ആദ്യം എവിടെയാണ്? ലോകസഭയിലാണ്. അപ്പൊ ധനബില്ലും അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോകസഭയിലാണെന്ന് ഓർക്കുക. അതുപോലെ ലോകസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്പീക്കറാണ്. അതുപോലെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. 25 വയസ്സ് പൂർത്തിയാകണം. ഈ ഒരു ഇതിനകത്തേക്ക് മത്സരിക്കണമെങ്കിൽ പരമാവധി അംഗബലം 550 ആണ്. എന്നാൽ നിലവിൽ 543 2023 പ്രകാരം 543 പേരുടെ അംഗസംഖ്യയാണ് ഉള്ളത് എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി രാജ്യസഭ. പാർലമെന്ററിയുടെ ഉപരിസഭയാണ് ഏത്? രാജ്യസഭ. ജനസംഖ്യ അനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട MLA മാരാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. സഭാ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭ പരമാവധി അംഗബലം 250 ആണ്. ഇതിൽ 238 പേരെ തെരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതി നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്ന രാജ്യസഭയിൽ നിന്നാണ്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റ് ചുമതലപ്പെടുത്തിയുള്ള അധികാര രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. ലോകസഭയുടെ രാജ്യസഭയുടെ സവിശേഷതകളൊക്കെ നമ്മൾ ഇപ്പൊ നോക്കി. അപ്പൊ എന്തൊക്കെയാണ് രാജ്യസഭയുടെ സവിശേഷതയായിട്ട് വരുന്നത്? നോക്കിക്കേ. ഇതൊരു ജനാധിപത്യമായിട്ട് സംസ്ഥാന പ്രാതിനിധ്യം നൽകുന്ന സഭയാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭ തെരഞ്ഞെടുക്കുന്ന MLA മാരാണ്. അതുപോലെ തന്നെ 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യതയുണ്ട്. രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയുടെ കാലാവധി എത്രയാ?
6 വർഷമാണ് രാജ്യസഭയിൽ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ഒഴിവിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണെന്ന് ഓർക്കുക. രാജ്യത്തിന് പരമാവധി ഒരു അംഗബലം 250 ഇതിൽ 238 പേരെ തെരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു എന്ന് ഓർക്കുക. നിയമനിർമ്മാണം ഇന്ത്യയിൽ നിയമനിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റ് നിക്ഷിപ്തമാണ്. നിയമനിർമ്മാണ പ്രക്രിയ ഭരണഘടന അനുശാസിക്കുന്നു. പിന്നീട് രൂപപ്പെടുന്ന നിരവധി ഘടകങ്ങളുണ്ട്. നിയമനിർമ്മാണം കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ്. സമൂഹത്തിന് വിവിധ കോണുകളിൽ നിന്നുള്ള പ്രക്രിയയുടെ സർക്കാരിന് പ്രതീകമാണ് നിയമങ്ങൾ. രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്ന ഭാഗമായും ഭരണഘടനാ പ്രക്രിയ കൂടുതൽ സുഗമമാക്കും നിയമനിർമ്മാണ സഭ നടത്താറുണ്ട്. നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ പ്രധാനപ്പെട്ട മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ നിർദ്ദേശങ്ങളും അനുസൃതമായ ഉദ്യോഗസ്ഥ നിയമത്തിന്റെ കരട് രൂപമായിട്ട് ബില്ല് തയ്യാറാക്കുന്നു. ബില്ലുകൾ വിവിധതരമുണ്ട്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെന്റ് ബില്ല്. മന്ത്രിയല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്. ഇതുകൂടാതെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം ചെലവഴിക്കാനും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ലുകൾ. ധനബില്ല് ലോകസഭയിൽ ആദ്യം അവതരിപ്പിക്കുന്നു. ധനബില്ലുകൾ ഇല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ. ഭരണഘടനാ ബില്ലുകൾ സാധാരണ ബില്ലുകളെ ധനേതര ബില്ലുകളുമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ബില്ലുകൾ വിവിധ തരമാണുള്ളത്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് എന്ത്? ഗവൺമെന്റ് ബില്ല്. അപ്പൊ ഗവൺമെന്റിൽ അവതരിപ്പിക്കുന്ന ആരാ? മന്ത്രിമാരായിരിക്കും. മന്ത്രിയല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് ഏത്? സ്വകാര്യ ബില്ല്. അപ്പൊ സ്വകാര്യ ബില്ല് ആരാ അവതരിപ്പിക്കുന്നേ? മന്ത്രിയല്ലാത്ത പാർലമെന്റ് അംഗമായിരിക്കും അവതരിപ്പിക്കുന്നത്. ഈ ഒരു ഗവൺമെന്റ് ബില്ല് ആരാ അവതരിപ്പിക്കുന്നത്? നമ്മുടെ മന്ത്രിമാരായിരിക്കും അവതരിപ്പിക്കുന്നത്. ധനസമാഹരണം ചെലവഴിക്കലും സംബന്ധിച്ച ബില്ല് ഏതാ? ധനബില്ലാണ്. ധനബില്ല് എവിടെയാണ് ആദ്യം അവതരിപ്പിക്കുക? ലോകസഭയിൽ മാത്രമേ ധനബില്ല് ആദ്യം അവതരിപ്പിക്കൂ എന്നും ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഏതൊരു ബില്ലും രാജ്യസഭയിലോ ലോകസഭയിലോ വേണമെങ്കിൽ ആദ്യം അവതരിപ്പിക്കാം. പക്ഷേ ധനബില്ല് മാത്രം എവിടെ അവതരിപ്പിക്കുള്ളൂ? ആദ്യം ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കുള്ളൂ. പലതവണ പ്രീവിയസ് ഇയർ ചോദിച്ചുള്ള ചോദ്യമാണ് കേട്ടത്. അപ്പൊ ഇതെങ്ങനെ ഓർത്തിരിക്കാം? ലോകത്ത് ജീവിക്കണമെങ്കിൽ ധനം ആവശ്യമാണ്. ധനം എന്ന് പറഞ്ഞാൽ എന്താ? പണം എന്നുള്ള മീനിങ് ആണല്ലേ. അപ്പൊ എന്താ? ലോകത്ത് ജീവിക്കണമെങ്കിൽ ധനം ആവശ്യമാണ് എന്നൊരു കോട്ട് ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെ ഓർത്തിരുന്ന് നമുക്ക് എന്ത് കണക്ട് ചെയ്യാൻ പറ്റും? ലോകസഭയിലാണ് ആദ്യം എന്ത് അവതരിപ്പിക്കുന്നത്? ധനബില്ല് അവതരിപ്പിക്കുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി പല വായനകളുണ്ട്. 1ാം വായന, 2ാം വായന, 3ാം വായന ഒരു ബില്ല് അവതരിപ്പിക്കുന്നത്. അപ്പൊ 1ാം വായന എന്ന് പറഞ്ഞാൽ ധനബില്ല് അല്ലാത്ത ഏതൊരു ബില്ലും ഇരു സഭകളിലും എന്താ? മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. അപ്പൊ ധനബില്ല് അല്ലെങ്കിൽ ഏത് ബില്ലായിക്കോട്ടെ, അത് രാജ്യസഭയിലോ ലോകസഭയിലോ ഇഷ്ടമുള്ളിടത്ത് എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കാം. ഇപ്പൊ രാജ്യസഭയിലാണ് ഒരു ബില്ല് അവതരിപ്പിക്കുന്നത്. രാജ്യസഭ കഴിഞ്ഞിട്ട് എങ്ങോട്ടേക്ക് പോകും? ലോകസഭയിലേക്ക് പോകും. ഇപ്പൊ ലോകസഭയിലാണ് ഒരു ബില്ല് അവതരിപ്പിക്കുന്നതെങ്കിൽ ലോകസഭയിൽ വായിച്ചിട്ട് എങ്ങോട്ട് പോകും? അത് രാജ്യസഭയിലേക്ക് പോകും. പക്ഷെ ധനബില്ല് മാത്രം എവിടെ മാത്രമേ ആദ്യം അവതരിപ്പിക്കുകയുള്ളൂ? ലോകസഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കുകയുള്ളൂ എന്ന് ഓർക്കുക. എന്ത് കോട്ട് ഓർത്തിരിക്കുക? ലോകത്ത് ജീവിക്കണമെങ്കിൽ ധനം ആവശ്യമാണ് അല്ലെങ്കിൽ പണം ആവശ്യമാണെന്ന് കോട്ട് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും പറ്റും. 1ാം വായന ധനബില്ല് അല്ലാത്ത ഏതൊരു ബില്ലും ഇരു സഭകളിലും ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. 2ാം വായന ഈ ഘട്ടത്തിൽ ബില്ല് കമ്മിറ്റി പരിഗണനയ്ക്ക് അയക്കുകയും സഭയിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. കമ്മിറ്റി ഘട്ടം എന്ന് അറിയപ്പെടുന്നു. മാറ്റങ്ങളോ ഭേദഗതികളോ ബില്ലിൽ സ്വീകരിക്കാം. 3ാം വായന ബില്ല് സഭ അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? 1ാം വായനയിൽ ആദ്യം ബില്ല് വരുന്നു. അപ്പൊ ബില്ല് അവതരിപ്പിക്കുകയാണ് 1ാം വായനയിൽ ചെയ്യുന്നത്. അതൊരു നമ്മൾ പറഞ്ഞിരുന്നു, ഗവൺമെന്റ് ബില്ലാണെങ്കിൽ ആരാണ് അവതരിപ്പിക്കുന്നത്? അത് മന്ത്രിയായിരിക്കും അവതരിപ്പിക്കുന്നത്. അതല്ല, അതൊരു സ്വകാര്യ ബില്ല് ആരായിരിക്കും അവതരിപ്പിക്കുന്നത്? ആ പാർലമെന്റ് അംഗത്തിന് ആർക്ക് വേണമെങ്കിൽ അത് അവതരിപ്പിക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും. അങ്ങനെ 1ാം വായനയിൽ എന്താണോ കൊണ്ടുവന്നിരിക്കുന്ന ബില്ല് അത് അവതരിപ്പിക്കുന്നു. 2ാം വായനയിൽ കമ്മിറ്റി അംഗങ്ങൾ ഇത് പരിഗണിക്കുകയും ഈ ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. എന്തെങ്കിലും മാറ്റങ്ങൾ ബില്ലിന് വരുത്തണം എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ചർച്ച ചെയ്ത് മാറ്റങ്ങളും ഭേദഗതികളും ഒക്കെ വരുത്തുന്നു. ഇനി 3ാം വായനയിൽ എന്ത് ചെയ്യും? ഈ ബില്ല് ഒന്നെങ്കിൽ അംഗീകരിക്കും, അല്ലെങ്കിൽ ഇവരെല്ലാം കൂടെ തള്ളിക്കളയും. ബില്ലിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ബില്ല് അംഗീകരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടേക്ക് പോകും? രാഷ്ട്രപതിയുടെ അടുത്തേക്ക് പോവുകയും രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ എന്നാ ബില്ല് എന്തായിട്ട് മാറും? നിയമമായിട്ട് മാറുകയുമാണ് ചെയ്യുന്നത് എന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ ബില്ല് അവതരിപ്പിച്ച സഭയുടെ നടപടിക്രമം പൂർത്തിയായാൽ ഇതേ പ്രക്രിയ 2ാമത്തെ സഭയിലും അവതരിപ്പിക്കപ്പെടും. അപ്പൊ ഇതിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു മന്ത്രി ഒരു ബില്ല് കൊണ്ടുവരുവാണെന്ന് ഓർക്കുക. അപ്പൊ ഈ ബില്ല് കൊണ്ടുവരുന്നു, ഇപ്പൊ ഒരു മന്ത്രിയാണ് ഗവൺമെന്റ് ബില്ലാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആ രാജ്യസഭയിലാണ് ആ ബില്ല് ആദ്യം കൊണ്ടുവരുന്നതെന്ന് ഓർക്കുക. അപ്പൊ രാജ്യസഭയിൽ കൊണ്ടുവന്നിട്ട് 1ാം വായന എന്താണ്? ബില്ല് അവതരിപ്പിക്കും. 2ാം വായന രാജ്യസഭയിൽ എന്ത് ചെയ്യും? എല്ലാവരും കൂടി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യും. ഇതിനകത്ത് ഇന്ന പോയിന്റുകൾ ഉണ്ട്, ഇത് കൊണ്ടുവന്നാൽ ഈ ബില്ല് കൊണ്ടുവന്നാൽ എന്ത് നേട്ടം സമൂഹത്തിനുണ്ടാവും, അല്ലെങ്കിൽ എന്ത് കോട്ടം വരും, അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും, എന്തെങ്കിലും ഈ ബില്ലിലെ ഈ ഘടകം ഒന്ന് മാറ്റി കളയാം, അല്ലെങ്കിൽ ഈ ബില്ലിന്റെ ഈ ഘടകം ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ ബില്ലിൽ ഈ കാര്യങ്ങളൊന്ന് കൂട്ടിച്ചേർത്താൽ കുറച്ചും കൂടെ നന്നാവും എന്ന് പറഞ്ഞ് ഇവർ ചർച്ച ചെയ്ത് ഈ ബില്ലിനെ ഒന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. എന്നിട്ട് ഈ രാജ്യസഭയിൽ എന്ത് ചെയ്യും? ഈ ബില്ല് അവതരിപ്പിക്കും. ഒന്നെങ്കിൽ രാജ്യസഭ അംഗീകരിക്കും, അല്ലെങ്കിൽ നിരാകരിക്കും. ഇപ്പൊ രാജ്യസഭ അംഗീകരിച്ചു എന്ന് വിചാരിക്കുക. രാജ്യസഭ അംഗീകരിച്ചു രാജ്യസഭയിൽ 3 കോൺസെപ്റ്റും തീർന്നു. പിന്നെ ഈ ബില്ല് എങ്ങോട്ടേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകും? ഈ ബില്ല്
അപ്പൊ ഈ രാജ്യസഭയിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ട് ഈ ബില്ല് എങ്ങോട്ടേക്ക് പോകും? ലോകസഭയിലേക്ക് പോകും. ലോകസഭയിലും എന്താണ് ഈ 3 പ്രൊസീജിയറും, അത് ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന എന്ന് പറയുന്ന ഈ 3 പ്രൊസീജിയറും കണ്ടിന്യൂ ചെയ്യും. ഒന്നാം വായന ലോകസഭയിൽ ഇത് അവതരിപ്പിക്കുന്നു. രണ്ടാം വായനയിൽ അംഗങ്ങളെല്ലാം കൂടി ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും എന്തിന് പോയിന്റുകൾ മാറ്റം വരുത്തണോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കണോ എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. മൂന്നാം വായനയിൽ ഒന്നെങ്കിൽ അംഗീകരിക്കുക അല്ലെങ്കിൽ നിരാകരിക്കും. അപ്പൊ ഈ രാജ്യസഭയിൽ അംഗീകരിച്ചു, ലോകസഭയിലും ഇത് അംഗീകരിച്ചു. പിന്നീട് ഇത് എങ്ങോട്ടേക്ക് പോകും? രാഷ്ട്രപതിയുടെ കയ്യിലേക്ക് പോകും. അപ്പൊ രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ അത് എന്തായിട്ട് മാറും? നിയമമായിട്ട് മാറും. അപ്പൊ ബില്ല് ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമം പൂർത്തിയായാൽ ഇതേ ബില്ല് രണ്ടാമത്തെ സഭയിൽ അവതരിപ്പിക്കപ്പെടുകയും ഇരു സഭകളിൽ അംഗീകരിക്കുന്ന പക്ഷം ബില്ല് രാഷ്ട്രപതി അംഗീകരിച്ചാൽ സമർപ്പിക്കുകയും രാഷ്ട്രപതി അധികാരം ലഭിക്കുന്നതോടുകൂടി ബില്ല് എന്തായിട്ട് നിയമമായിട്ട് മാറുകയും ചെയ്യുമെന്ന് ഓർക്കുക കേട്ടോ. അപ്പോ ഭരണഘടനാ ഭേദഗതി, 61ാം ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം 18 വയസ്സ് പൂർത്തിയാക്കിയാൽ ഇനി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. 86ാം ഭരണഘടനാ ഭേദഗതി രാഷ്ട്രപതിയുടെ അംഗീകാരം, വിദ്യാഭ്യാസം നമുക്ക് മൗലിക അവകാശമായി മാറി. 101ാം ഭേദഗതി പ്രകാരം ചരക്ക് സേവന നികുതി GST നിലവിൽ വന്നു. ഭരണഘടന തിരുത്തലോ ഒഴിവാക്കലോ കൂട്ടിച്ചേർക്കലോ വരുത്തുന്നതിനാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച് കാലാനുസൃതമായി ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താൻ ഭേദഗതി പ്രക്രിയ സഹായകമാകുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതിക്കുള്ള അധികാരം പാർലമെന്റിന് മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഭരണഘടന അനുച്ഛേദം 368 പ്രകാരമാണ് പാർലമെന്റ് ഭേദഗതിക്ക് അധികാരം ലഭിക്കുന്നത്. അപ്പോൾ ഏത് അനുച്ഛേദം വെച്ചിട്ടാണ്? 368 പ്രകാരമാണ്. ഭരണഘടനാ ബില്ല് നിയമനിർമ്മാണ സഭയിൽ അംഗീകാരം ആവശ്യമാണ്. ഇരു സഭകളുടെയും ഭരണഘടനാ ഭേദഗതി ബില്ലിനേക്കാൾ തർക്കങ്ങൾ പരിഹരിക്കാനും സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമം ഏതെങ്കിലും ഒരു ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമായി കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാനും ജുഡീഷ്യറിക്ക് എന്തുണ്ട്? അധികാരമുണ്ടെന്ന് ഓർക്കുക. ഇനി ഭേദഗതി രീതികൾ നമുക്കൊന്ന് നോക്കാം. അയവുള്ള ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്ററി കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിനും സമാനമായ നടപടികൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. ഉദാഹരണം പറയുവാണെങ്കിൽ സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം തുടങ്ങിയവയിലൊക്കെ അയവുള്ള ഭേദഗതിയിലൂടെ നമുക്ക് മാറ്റം വരുത്താം. ഇനി ദൃഢമായ ഭേദഗതി. ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്തുവാൻ പാർലമെന്റ് ഇരു സഭകളിലെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഉദാഹരണം മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവയിൽ. ഇനി അടുത്തത് അതിദൃഢമായ ഭേദഗതി. ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുള്ളൂ. ഉദാഹരണം കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനാധിപത്യ നിയമം തുടങ്ങിയവയൊക്കെ എന്താണ്? അതൊക്കെ പ്രത്യേകമായിട്ട് പാർലമെന്റ് ഇരു സഭകളുടെയും കൂടാതെ സംസ്ഥാനങ്ങളുടെ അധികാരം അതിനകത്ത് ആവശ്യമാണ്. ആ സമയത്ത് ദൃഢമായ ഭേദഗതി, ചില വകുപ്പ് ഭേദഗതി വരുത്താനാണ് പാർലമെന്റ് ഇരു സഭകളിലും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. അയവുള്ള ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയിൽ ചില വകുപ്പുകൾ പാർലമെന്റ് കേവല ഭൂരിപക്ഷത്തോടെ സാധാരണ നിയമനിർമ്മാണത്തിന്റെ നടപടിക്രമങ്ങൾ വഴിയൊക്കെ ഭേദഗതി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണെന്ന് ഓർക്കാം. കാലാനുസൃതമായ മാറ്റങ്ങൾ ഭേദഗതി വഴി ഉൾച്ചേർക്കുന്നതിലൂടെ നമ്മുടെ ഭരണഘടന സജീവ ഭരണഘടനയെ പരിഗണിക്കുന്നു. പാർലമെന്റ് നിയമ പ്രക്രിയയുടെ നാം പരിചയപ്പെട്ടുവല്ലോ. അപ്പൊ നമുക്കറിയാം ഒരുപാട് വർഷങ്ങൾ കഴിയുന്തോറും കാലത്തിനനുസരിച്ച് ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള ഭേദഗതിയൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അത് ഓരോ കാലത്തിനനുസരിച്ച് മാറ്റങ്ങളാണ്. ഇപ്പോൾ നമ്മളിപ്പോ 2025 ജീവിക്കുന്നു. 2040 ആകുമ്പോഴത്തേനും ഒരുപാട് സമൂഹം മുന്നോട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ ചെറിയ ചെറിയ ഭേദഗതികളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെ കാലാനുസൃതമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഭേദഗതി ചെയ്യുമ്പോൾ വീണ്ടും ആ ഒരു കാലഘട്ടത്തിന്റെ അതേ രീതിയിൽ ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയായിട്ട് ഈ ഭേദഗതിയിലൂടെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നത് ഇന്ത്യൻ ഭരണഘടന വലിയൊരു പ്രത്യേകത കൂടിയാണ്. ഇനി കാര്യനിർവഹണ വിഭാഗം. നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ ഭരണഘടനാ നിർമ്മാണ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റ് വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, തലവനായ മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. അപ്പൊ കാര്യനിർവഹണ വിഭാഗത്തിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, അതുപോലെ പ്രധാനമന്ത്രി ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം കാര്യനിർവഹണ അധികാരങ്ങൾ രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായി. അപ്പൊ ഇത് ആദ്യം നിക്ഷിപ്തമാണ്, രാഷ്ട്രപതി നിക്ഷിപ്തമായിരിക്കും എന്നുകൂടി ഓർക്കുക കേട്ടോ. ഇനി കാര്യനിർവഹണ വിഭാഗം രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്. അതിനകത്ത് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്സിൽ ആരൊക്കെ വരുന്നുണ്ട് നോക്കിയേ? രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാര്. സ്ഥിരം എക്സിക്യൂട്ടീവിലോ ഉദ്യോഗസ്ഥ വൃന്ദം. അതിനകത്ത് ആരൊക്കെ വരുന്നു? അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിവയൊക്കെയാണ് സ്ഥിരം എക്സിക്യൂട്ടീവില് വരുന്നത്. ഇനി നാമമാത്രമായ എക്സിക്യൂട്ടീവ് അതാരാണ്? രാഷ്ട്രപതിയാണ്. ഇനി യഥാർത്ഥ എക്സിക്യൂട്ടീവോ പ്രധാനമന്ത്രി, മന്ത്രിസഭയുമാണ് യഥാർത്ഥ എക്സിക്യൂട്ടീവ് ആയിട്ട് വരുന്നത്. അപ്പോൾ കാര്യനിർവഹണ വിഭാഗം, രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്, സ്ഥിരം എക്സിക്യൂട്ടീവ്, നാമമാത്രമായ എക്സിക്യൂട്ടീവ്, യഥാർത്ഥ എക്സിക്യൂട്ടീവ് ഒക്കെ വരുന്നുണ്ട്. ഇനി രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സർക്കാർ നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവരാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. ഭരണഘടനാപരമായി രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന് തലവൻ. എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ചാണ് രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. അതേസമയം രാഷ്ട്രപതി സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ട്. രാഷ്ട്രപതി ഇന്ത്യയുടെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ്? രാഷ്ട്രപതിയാണ്. ഓർക്കണേ, ഇന്ത്യൻ കാര്യനിർവഹണത്തിന് വിഭാഗ തലവനാണ് രാഷ്ട്രപതി.
എന്താണ് 35 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. പാർലമെന്റ് ഇരു സഭകളിലും സംസ്ഥാന നിയമനിർമ്മാണ സഭയിലും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജ് ആണ് എന്ത് ചെയ്യുന്നത്, രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി. എത്ര വർഷമാണ്? 5 വർഷമാണ് കാലാവധിയായിട്ട് വരുന്നത്. പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക, മന്ത്രിമാരെയും അതുപോലെ തന്നെ മന്ത്രിയെയും നിയമിക്കുക, സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും ജഡ്ജിമാരെയും നിയമിക്കുക, സംസ്ഥാന ഗവൺമെന്റ് നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനയുടെ സർവ്വ സൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലയായിട്ട് വരുന്നത്. രാഷ്ട്രപതിയുടെ ചുമതല ഏതൊക്കെയാണ്? ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവൺമെന്റ് നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനയുടെ സർവ്വ സൈന്യാധിപനെ പ്രവർത്തിക്കുക തുടങ്ങിയവയ്ക്കാണ് രാഷ്ട്രപതിയുടെ ചുമതല. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ്. ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ്. ഇനി പ്രധാനമന്ത്രിയോ? രാജ്യത്തെ ഭരണത്തലവനായ പ്രധാനമന്ത്രി ലോകസഭയിലെ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ മുന്നണിയുടെയും രാജ്യത്തിന്റെയും നേതാവാണ്. മന്ത്രിസഭ രൂപീകരിക്കുന്നതിനും മന്ത്രിസഭയുടെ ക്യാബിനറ്റിനെയും അംഗങ്ങളെയും നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാർ വകുപ്പുകളെയും മാറ്റം വരുത്താനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനും ഒഴിവാക്കാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പ്രധാനമന്ത്രിയിൽ നിക്ഷിപ്തമാണ്. രാഷ്ട്രപതിയും മന്ത്രിയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് പ്രധാനമന്ത്രി പ്രവർത്തനം. 5 വർഷത്തിലൊരിക്കൽ മുമ്പായി ലോകസഭ ഭൂരിപക്ഷം നഷ്ടമായ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജിക്കത്ത് സമർപ്പിച്ച് പദവി ഒഴിവാക്കേണ്ടതും ആണ്. ഇനി മന്ത്രിസഭയുടെ ചുമതലകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? ഒന്ന്, രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, ഭരണഘടനയും ക്ഷേമപര മറ്റ് നടപടികൾ വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക, അതുപോലെ നിയമനിർമ്മാണ സഭ ചുക്കാൻ പിടിക്കുക, പിന്നെ ബില്ലുകൾക്കും ഓർഡിനൻസുകൾക്കും ഡ്രാഫ്റ്റ് ചെയ്യുക, വിവിധ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക എന്നൊക്കെ മന്ത്രിസഭയുടെ ചുമതലയാണ്. സ്ഥിരകാര്യ നിർവഹണ വിഭാഗം ഗവൺമെന്റ് ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതിനും ബഡ്ജറ്റ് ഉൾപ്പെടുന്ന ബില്ലുകൾ രൂപീകരിക്കുന്ന രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും ആരാണ്? ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകളുടെ തെരഞ്ഞെടുക്കുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈവിധ്യമുള്ള നിപുണമായ വിഭാഗമാണ് നിശ്ചിത റിട്ടയർമെന്റ് പ്രായം വരുത്തി കാലാവധി ഉള്ളവരാകാൻ ഇവരെ സ്ഥിരം കാര്യനിർവഹണം എന്ന് നമുക്ക് വിളിക്കാം. ഇത് നീതിന്യായ വിഭാഗത്തെ കുറിച്ച് നോക്കാം. മുകളിൽ പറഞ്ഞിരിക്കുന്ന നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടനയായിട്ട് പ്രവർത്തിക്കുന്നതും ഉറപ്പുവരുത്തേണ്ട സംവിധാനവുമാണ് ഏത്? നീതിന്യായ വിഭാഗം. പൗരരുടെ അവകാശങ്ങൾ സംരക്ഷണത്തോടൊപ്പം ഭരണഘടന മൂല്യങ്ങളും സംരക്ഷിക്കും. അതുകൊണ്ട് നീതി വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നു. അപ്പൊ നീതിന്യായ വിഭാഗം ഭരണഘടന എന്തെന്ന് അറിയപ്പെടുന്നു? കാവലാൾ എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നുകൂടി ഓർക്കുക കേട്ടോ. ഇനി നമുക്ക് സുപ്രീം കോടതിയെ കുറിച്ച് നോക്കാം. നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 28 എന്നാണ്. 1950 ജനുവരി 28 സുപ്രീം കോടതി നിലവിൽ വന്നത്. ആസ്ഥാനം എന്താണ്? ന്യൂഡൽഹിയാണ് കേട്ടോ. സുപ്രീം കോടതി ജഡ്ജിയുടെ ഔദ്യോഗിക കാലാവധി 65 വയസ്സ്. ജഡ്ജിമാരെ കാലാവധി മുമ്പ് നീക്കം ചെയ്യുന്ന അധികാരം ആർക്കാണ്? പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്ക് മുൻപാണ്. വിവിധ തരത്തിലുള്ള നിയമങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സുപ്രീം കോടതി ഭരണഘടന പരമോന്നത വിഖ്യാതമായിട്ടുള്ള മൗലിക അവകാശങ്ങളും സംരക്ഷണവും നിലകൊള്ളുന്നു. സുപ്രീം കോടതി പ്രത്യേകത എന്താ? 1950 ജനുവരി 28 നിലവിൽ വന്നു. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സുപ്രീം കോടതി ജഡ്ജിയുടെ കാലാവധി 65 വയസ്സാണ്. ജഡ്ജിമാരെ കാലാവധി മുമ്പ് നീക്കം ചെയ്യുന്ന അധികാരം പാർലമെന്റ് നിക്ഷിപ്തമാണ്. ചീഫ് ജസ്റ്റിസിനും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആർക്കുടെ മുമ്പിലാണ്? രാഷ്ട്രപതിയുടെ മുമ്പിലാണ്. ഇനി എന്തൊക്കെയാണ് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, ഉത്ഭവ അധികാരമാണ്. സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളുണ്ട്. ഉത്ഭവ അധികാരം പരിധി വരുന്നത് ഉദാഹരണം കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ പരിഹരിക്കാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? സുപ്രീം കോടതിക്ക് മാത്രമേ ഉള്ളൂ. അതിനാണ് ഉത്ഭവ അധികാരം എന്ന് വിളിക്കുന്നത്. മറ്റൊന്ന്, അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം. സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെ വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്ക് ഉണ്ട്. കാരണം ഇത് പരമോന്നത കോടതി ആയതുകൊണ്ട് തന്നെ. ഇനി ഉപദേശാധികാരം. രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകാൻ ആർക്ക് അധികാരമുണ്ട്? ഭരണഘടനാപരമായിട്ട് സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. മറ്റൊന്ന്, റിട്ട് അധികാരം. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ ആർക്ക് അധികാരമുണ്ട്? നമ്മുടെ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. അതിനെ റിട്ട് അധികാരം എന്നാണ് വിളിക്കുന്നത്. മറ്റൊന്ന്, പുനരവലോകന അധികാരം. ഭരണഘടനയിൽ സംരക്ഷണം എന്ന ചുമതല നിർവഹിക്കുന്നതിന് നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തനായി നിൽക്കുന്നതും അതിന് നീതിന്യായ പുനരവലോകനം അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്ക് ഉണ്ട് എന്ന് ഓർക്കുക കേട്ടോ. ഇനി നീതിന്യായ പുനരവലോകനം. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളുടെ കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കുന്നതിനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടന
നാമവിരുദ്ധമായി പ്രഖ്യാപിക്കുവാനുമുള്ള സുപ്രീം കോടതി പ്രത്യേക അധികാരമാണേത്? നീതിന്യായ പുനരവലോകന അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഏതെങ്കിലും തരത്തിൽ പാർലമെന്റ് പാസ്സാക്കുന്ന എന്തെങ്കിലും നിയമങ്ങളെ അതിനെ പരിശോധിച്ച് അതിനകത്ത് എന്തെങ്കിലും ഭരണഘടനാപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ റദ്ദാക്കാനുള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ പുനരവലോകന അധികാരം വെച്ച് സുപ്രീം കോടതിക്ക് ഉണ്ട് എന്ന് ഓർക്കുക. ഇനി പരസ്പര നിയന്ത്രണവും അധികാര സന്തുലനവും. ഭരണഘടനാ ഗവൺമെന്റ് അധികാരങ്ങൾ നിയമനിർമ്മാണ, കാര്യനിർവഹണ, നീതിന്യായ എന്നീ വിഭാഗങ്ങൾ വിഭജിച്ച് നൽകിയിരിക്കുന്നു. എന്നിരുന്നാലും ഇവയ്ക്കിടയിൽ യുക്തിഹരമായിട്ടുള്ള ഒരു പരസ്പര നിയന്ത്രണവും ഏകോപനവും അധികാര പ്രയോഗത്തിൽ സന്തുലനവും സാധ്യമാകും നമ്മുടെ ഭരണഘടനയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യ ഭരണഘടന സംവിധാന മൂല്യത്തെയും അതിന്റെ രാഷ്ട്രസങ്കല്പങ്ങളും ഉറപ്പാക്കുന്നു. അധികാര കേന്ദ്രങ്ങൾ ഒഴിവാക്കാനും സ്വേച്ഛാധിപത്യ പ്രവണതകൾ തടയുന്നതിനും ജനാധിപത്യം പരിക്കുന്നതിനും വേണ്ടിയാണ് ഗവൺമെന്റിന്റെ അധികാരം 3 ശാഖകൾക്കിടെ വിഭജിച്ച് നൽകിയിരിക്കുന്നത്. സ്വതന്ത്ര സമരത്തിന്റെ ആശയങ്ങളും അഭിലാഷങ്ങളും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ നടപ്പിലാക്കി വരുന്നതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പുതിയ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങളിനകത്ത് ഇൻക്ലൂഡഡ് ആണല്ലോ. ഒരുപാട് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ഭരണഘടനയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന, ഒത്തിരി പോയിന്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ഇന്ന് ക്ലാസ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഒരു പോയിന്റ് പോലും വിടാതെ നിങ്ങൾ പഠിക്കണം. ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.